നൈരാശ്യം, പക, ഒപ്പം വരണമെന്നാവശ്യം. ഒടുവിൽ തിരസ്കരിച്ചപ്പോൾ മൃഗീയമായി കത്തിച്ചു കൊന്നു. 17-കാരിയെ പെട്രോൾ ഒഴിച്ച് തീവച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിധി പറഞ്ഞു ഇന്ന്. പത്തനംതിട്ട കടമനിട്ട സ്വദേശിനി +2 വിദ്യാർത്ഥിനി ശാരിക കൊല്ലപ്പെട്ട കേസിൽ മുൻ സുഹൃത്ത് സജിലിന് ജീവപര്യന്തം കഠിന തടവും പിഴയും ശിക്ഷ. കൊലയാളി സജിൽ 4 ലക്ഷം രൂപ ശാരികയുടെ മാതാപിതാക്കൾക്ക് നൽകണം. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി 1 കേസിൽ വിധി പറഞ്ഞത്. 2017 ജൂലൈ 14 വൈകുന്നേരമായിരുന്നു കേസിനാസ്പദമായ സംഭവം. കടമനിട്ട സ്വദേശി സജിൽ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് ആരെയോ തിരക്കി ചെല്ലുന്നു. പരിഭ്രാന്തനായി സജിൽ ആ വീട്ടിലേക്ക് ഓടിക്കയറി. വീട്ടിലുണ്ടായിരുന്ന 17-കാരിക്ക് നേരെ പെട്രോൾ ഒഴിച്ചു തീ കൊളുത്തി. 2017 ജൂലൈ മാസം പത്തനംതിട്ട കടമനിട്ടയിലെ ശാരികയ്ക്ക് സംഭവിച്ചത് മലയാളികൾ പെട്ടെന്ന് മറക്കില്ല. 8 വർഷം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ. ശാരികയോട് തന്നോടൊപ്പം ഇറങ്ങി വരണമെന്ന അയൽവാസിയും ആൺസുഹൃത്തുമായ സജിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യം ശാരിക നിരസിച്ചതോടെ പ്രതിക്ക് പകയായി. ഏക ദൃക്സാക്ഷിയായ ശാരികയുടെ മുസ്തച്ഛൻ വിചാരണയ്ക്ക് മുമ്പ് മരണപ്പെട്ടത് പ്രോസിക്യൂഷന് പ്രതിസന്ധിയായെങ്കിലും ശാരികയുടെ മരണമൊഴിയാണ് കേസിൽ നിർണായക തെളിവായത്. പ്രതിക്ക് ഈ ഇൻസിഡന്റിൽ ഇഞ്ചുറി പറ്റിയിരുന്നു. 35% ബേൺ ഇഞ്ചുറി പ്രതിക്കുണ്ടായിരുന്നു. അതുൾപ്പെടെ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. പിന്നീട് പ്രതി കൃത്യസ്ഥലത്ത് നിന്ന് ഓടിപ്പോകുന്നതിൻ്റെ സാക്ഷികളുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അത് കണ്ടിരുന്നു. ആ കാര്യങ്ങളും കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയപ്പോൾ സജിലിനും പൊള്ളലേറ്റിരുന്നു. പൊള്ളലേറ്റതിന് പ്രതി ചികിത്സ തേടിയതും കോടതി തെളിവായി സ്വീകരിച്ചു. കൃത്യത്തിന് ശേഷം കടമനിട്ടയിലെ വീട്ടിൽ നിന്ന് സജിൽ ഇറങ്ങി ഓടുന്നത് കണ്ടവരുമുണ്ട്. കൊലപാതകം നടത്തുമ്പോൾ പ്രതിക്ക് പ്രായം 21. പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ശാരികയെ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്ത് കോയമ്പത്തൂരിലെ വിദഗ്ധ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജീവപര്യന്തം കഠിന തടവിന് പുറമെ പ്രതിക്കെതിരെ 4 ലക്ഷം രൂപ പിഴ ശിക്ഷയും കോടതി ചുമത്തിയിട്ടുണ്ട്. ശാരികയുടെ മാതാപിതാക്കൾക്ക് പണം വീതിച്ചു നൽകണമെന്നാണ് കോടതി ഉത്തരവ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.